ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന 2021 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ കോഡ് 29/21 ചോദ്യങ്ങളുടെ തുടർച്ചയാണ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഇപ്പോൾ വലിപ്പക്രമത്തിൽ ലോകത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇപ്പോൾ ലോകരാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം എന്ന് പറയുമ്പം ആദ്യത്തെ 7 സ്ഥാനങ്ങൾ നമുക്കറിയണം. അപ്പോൾ ആദ്യത്തെ 7 സ്ഥാനങ്ങൾ ഇതാണ്. ലോകത്ത് വലുപ്പത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയാണ്. അപ്പോൾ ഫസ്റ്റ് റഷ്യ, സെക്കൻഡ് വരുന്നത് കാനഡ, തേർഡ് അമേരിക്ക, 4th ചൈന, 5th ബ്രസീൽ. 5ാം സ്ഥാനം ബ്രസീലിനാണ്. 6ാം സ്ഥാനം ഓസ്ട്രേലിയ, 7ാം സ്ഥാനം ഇന്ത്യ. അപ്പം ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ഓപ്ഷനിൽ ഇപ്പോൾ തന്നിരിക്കുന്നത് ഏതാണ്? ബ്രസീൽ. 5ാം സ്ഥാനത്തുള്ള ബ്രസീലാണ്. അപ്പോൾ ബ്രസീലാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ് എന്നതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കിനും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കിനും ഇടയിലാണ്. ഉത്തരം എന്താണ്? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കിനും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്. ഇനി അത് ഇന്ദിരാ പോയിൻ്റ് ഉൾപ്പെടെ നമ്മൾ കണക്ക് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് 6 ഡിഗ്രി 45 മിനിറ്റ് വടക്കിനും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കിനും ഇടയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശീയ വ്യാപ്തി എത്രയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കിനും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കിനും ഇടയിലാണ്. അപ്പം അക്ഷാംശമാണ്. അപ്പോൾ വടക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഓപ്ഷനിൽ കിഴക്ക് എന്നും ഉണ്ടായിരിക്കും. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കിനും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അടുത്ത ചോദ്യം: ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കൊടൈക്കനാൽ. അപ്പോൾ ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാലാണ്. അതുപോലെ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാലാണെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറിയാണ്. അടുത്ത ചോദ്യം: ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്നത് ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക നദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നദികൾ എന്ന് പറയുന്നത് നർമ്മദയും താപ്തിയുമാണ്. ബാക്കിയെല്ലാം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്. അതുപോലെ ഹിമാലയൻ നദികളിൽ സിന്ധു മാത്രമാണ് പടിഞ്ഞാറോട്ടൊഴുകി പോകുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഹിമാലയൻ നദികളിൽ സിന്ധുവും ഉപദ്വീപീയ നദികളിൽ നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ബാക്കിയെല്ലാം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്?
ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? സിന്ധു. അപ്പം ലേ എയർപോർട്ട് ഏത് നദിയുടെ തീരത്താണ്? സിന്ധു നദിക്കരയിലാണ് ലേ എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഇരിക്കുന്നത്. അടുത്ത ചോദ്യം, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? അറബി. അപ്പം അറബി വാക്കായിട്ടുള്ള മൗസം എന്ന വാക്കിൽ നിന്നും, ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസം എന്ന അറബി വാക്കിൽ നിന്നുമാണ് മൺസൂൺ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അപ്പം മൺസൂൺ എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്കനുസരിച്ചുള്ള കാറ്റിൻ്റെ ഗതിമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാലാവസ്ഥയാണ് മൺസൂൺ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ്. അടുത്ത ചോദ്യം, കാൽ ബൈശാഖി എന്നത് എന്താണ്? കാൽ ബൈശാഖി എന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? അതൊരു കാറ്റാണ്. ഇപ്പോൾ കാൽ ബൈശാഖി എന്ന് പറയുന്നത് ഉഷ്ണകാലത്ത് ബംഗാളിലും ആസാമിലൊക്കെ വീശുന്ന കാറ്റാണ് ഈ കാൽ ബൈശാഖി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത അലറുന്ന കാറ്റ്, ആലിപ്പഴ വീഴ്ച എന്നിവയാണ്. അസമിൽ ഇതറിയപ്പെടുന്നത് ബർദോളി ചീര എന്ന പേരിലാണ്. കാൽബൈശാഖിയുടെ മറ്റൊരു പേരാണ് നോർവെസ്റ്റർ എന്നുള്ളത്. ഇത് തേയില, ചണം, നെല്ല് എന്നീ കൃഷികൾക്ക് അനുകൂലമാണ് ഈ ഒരു മഴ. ഇപ്പോൾ വൈശാഖ മാസത്തിൽ ദുരിതം വിതയ്ക്കുന്ന ഒരു തരം കാറ്റാണ് ഈ കാൽ ബൈശാഖി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ് എന്നാണ് ചോദ്യം. ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക് എന്തിനാണ് പ്രസിദ്ധം? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. അപ്പം അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് കാഞ്ചൻജംഗ. ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹെമിസാണ്. ലഡാക്കിലെ ഹെമിസാണ് ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ആൻഡമാനിലെ സൗത്ത് ബട്ടൺ ഐലൻഡാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള നാഷണൽ പാർക്ക് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. പിന്നെ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് മനാസ് എന്ന് പറയുന്നത്. ഈ ഡച്ചിങ്കാം നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ്. കാശ്മീരി മാനിനെയാണ് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ജൽദപ്പാറ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.